കണ്ണൂരിൽ കലയാട്ടം പുരോഗമിക്കുമ്പോൾ ആദ്യ കലാതിലകം പട്ടം ചൂടിയതിന്റെ ത്രിൽ ഓർത്തെടുക്കുകയാണ് പൊന്നമ്പിളി അരവിന്ദ്. 1986 തൃശൂർ കലോത്സവത്തിലാണ് ഹരിപ്പാട് സ്വദേശിനിയായ പൊന്നമ്പിളി കലാതിലകമായത്. ഈ മുഖം ഓർമ്മയുണ്ടോ? ഒരു കാലത്ത് കലോത്സവ വേദികളിലും മാധ്യമത്താളുകളിലും നിറഞ്ഞു നിന്നിരുന്നു ഈ മുഖം. കലയെ നെഞ്ചോട് ചേർത്തിരുന്നവർ പോലും മറന്നുപോയ ഈ മുഖത്തെ ഓർത്തെടുക്കാൻ കുറച്ചുകാലം പുറകോട്ടു പോകേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ 1986. കലാപ്രതിഭ തിലകപ്പട്ടങ്ങൾ കലോത്സവ വേദിയിലെത്തിയ വർഷം. അന്ന് തൃശൂരിൽ നടന്ന കലോത്സവത്തിൽ മോഹിനിയാട്ടം, കഥകളി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടി ഒരു കൊച്ചുമിടുക്കി ആദ്യ കലാതിലകമായി. പൊന്നമ്പിളി അരവിന്ദ്, പ്രശസ്ത നർത്തകി അമ്പിളി അരവിന്ദിന്റെ മകൾ. ഇപ്പോൾ പൊന്നമ്പിളി അരവിന്ദ് ശ്രീനിവാസ്. അമ്മയെ കണ്ട ഓർമ്മയില്ല പൊന്നമ്പിളിക്ക്. പൊന്നമ്പിളിക്ക് 8 മാസം പ്രായമുള്ളപ്പോഴാണ് ചിലങ്കകൾ അഴിച്ചുവെച്ച് അമ്പിളി അരവിന്ദ് കലകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത്. അമ്പിളി അരവിന്ദിനോടുള്ള ആദരസൂചകമായി യുവജനോത്സവത്തിലെ മികച്ച നർത്തകിക്ക് സംസ്ഥാന സർക്കാർ അമ്പിളി അരവിന്ദ് ട്രോഫി നൽകിയിരുന്നു. അമ്മയുടെ കലാസപര്യ പൊന്നമ്പിളിയിലേക്കും പകർന്നു കിട്ടുക സ്വാഭാവികം. നൃത്തത്തിനപ്പുറം ചില സിനിമകളിലും പൊന്നമ്പിളി ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടു. താളം മനസ്സിന്റെ താളം എന്ന സിനിമയിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും പൊന്നമ്പിളി കരസ്ഥമാക്കി. കലോത്സവം കണ്ണൂരിൽ പുരോഗമിക്കുമ്പോൾ പൊന്നമ്പിളിയിലും നോസ്റ്റാൾജിയ നിറയുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകളാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്കൊരു ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സ്റ്റേജിൽ കയറി കളിക്കുക, ഡാൻസ് പ്രൈസ് കിട്ടിയ വളരെ നല്ല കാര്യം. അങ്ങനെ പക്ഷെ കലാതിലകം അത് ശരിക്കും വലിയൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങ് ദൂരെ അബുദാബിയിൽ നൃത്തരംഗത്ത് സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് പൊന്നമ്പിളി. ഒരു കാലത്ത് നമ്മൾ നെഞ്ചേറ്റിലാളിച്ച മിടുക്കിക്കുട്ടിക്ക് നമുക്കും ആശംസകൾ നേരാം. ശ്രീകല പ്രഭാകർ, ന്യൂസ് ഡെസ്ക്.